ഇങ്ങനെ ചെയ്ത സുരേഷ് ഗോപിയുടെ മകളുടെ കഴുത്തിൽ ആ താലി വാഴില്ല. ഈ ശാപവാക്കുകൾ പറയുന്നത് സുരേഷ് ഗോപിയുടെ ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ളവർ തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ഗുരുവായൂരിൽ വച്ചാണ് 17-ാം തീയതി സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടക്കാൻ പോകുന്നത്. ഈ സന്ദർഭത്തിൽ മോദി ഈ വിവാഹത്തിൽ പങ്കെടുക്കാനായി എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പ്രധാനമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് വലിയ നിയന്ത്രണമാണ് അവിടെ ഏർപ്പെടുത്തുന്നതും. 39 വിവാഹങ്ങൾക്ക് സമയമാറ്റമുണ്ട് എന്നാണ് ആദ്യമെത്തിയ അറിയിപ്പ്. അതുമാത്രമല്ല, കുറേ വിവാഹങ്ങൾ നടക്കില്ല എന്നുള്ള കുറേ പ്രചാരണങ്ങളും ഉണ്ടായിരുന്നു. പല അഭ്യൂഹങ്ങളാണ്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വച്ച് നടക്കുന്നു, അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു, അതുകൊണ്ട് പല വിവാഹങ്ങളും മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ ആ വിവാഹങ്ങളുടെ സമയം മാറ്റുന്നു, ചോറൂണിന്റെ സമയം മാറ്റുന്നു, തുലാഭാരം മാറ്റിവെക്കുന്നു, അങ്ങനെയുള്ള കുറേ അഭ്യൂഹങ്ങളൊക്കെ വന്നിരുന്നു. എന്നാൽ ഇതേ തുടർന്ന് സുരേഷ് ഗോപിയുടെ മകൾക്ക് വേണ്ടി എത്ര പെൺകുട്ടികളുടെ വിവാഹത്തിനാണ് സുരേഷ് ഗോപി തടസ്സമായിരിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചത്. സുരേഷ് ഗോപി ഇത്രയും നന്മ ചെയ്യുന്നൊരു മനുഷ്യനാണ്, ഇത്രയേറെ പെൺകുട്ടികൾക്ക് ജീവിതം കൊടുത്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അതേസമയം ആ മനുഷ്യൻ സ്വന്തം മകൾക്ക് വേണ്ടി ഇത്രയേറെ പെൺകുട്ടികളുടെ താലി ഭാഗ്യം നീട്ടിവെക്കുന്നു അല്ലെങ്കിൽ മാറ്റിവെക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നൊക്കെയാണ് പലരും തർക്കിച്ചത്. എന്നാൽ ഇതെല്ലാം വെറും അഭ്യൂഹങ്ങൾ മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്ന സുരേഷ് ഗോപിയുടെ മകൾക്ക് ആ താലി ഒരിക്കലും ആഴില്ല എന്നും വീട്ടിൽ വന്നിരിക്കുമെന്നും ഒക്കെ പലരും പ്രവചിച്ചു. എന്നാൽ ഇതൊക്കെ വെറും വ്യാജ പ്രചാരണങ്ങളും അഭ്യൂഹങ്ങളും മാത്രമാണ്. അന്നേ ദിവസം നിശ്ചയിച്ചിരുന്ന 39 വിവാഹങ്ങൾ അതിരാവിലെ 5-നും 6-നും ഇടയിൽ നടത്തണമെന്നും ഈ സമയത്ത് നേരത്തെ നിശ്ചയിച്ചിരുന്ന 9 വിവാഹങ്ങളും കൂടി 48 വിവാഹങ്ങളാണ് ആ സമയത്ത് നടക്കേണ്ടത് എന്നുമൊക്കെയാണ് എത്തിയത്. എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിൽ മറ്റ് 3 വിവാഹങ്ങൾ കൂടി നടക്കും. സുരേഷ് ഗോപിയുടെ മകളുടെ കൂടാതെ 3 മണ്ഡപങ്ങളിൽ കൂടി താലികെട്ട് നടത്താൻ പോലീസ് അനുമതി നൽകി. കല്യാണ മണ്ഡപങ്ങൾ ഒഴിച്ചിടേണ്ടതില്ലെന്ന തീരുമാനത്തിന് എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയുണ്ട്. എല്ലാ വധൂവരന്മാരും പോലീസ് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ധരിക്കേണ്ടതുണ്ട്. 17-ന് രാവിലെ 8:45-നാണ് മോദി വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുക. അന്ന് 66 വിവാഹങ്ങൾ ഷീട്ടാക്കിയിട്ടുണ്ട്. നിയന്ത്രണ സമയമായ രാവിലെ 7-നും 9-നും ഇടയിൽ 11 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിട്ടുള്ളത്. അതിൽ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടേതുൾപ്പെടെ 4 വിവാഹങ്ങളാണ് 8:45-ന് നടക്കുക. ആ സമയത്തെ വധൂവരന്മാരുടെ പേര് വിവരങ്ങളും അവരുടെ രേഖകളും പോലീസ് ശേഖരിച്ചു. രാവിലെ 8:10-നാണ് നരേന്ദ്രമോദി ക്ഷേത്ര ദർശനത്തിനെത്തുന്നത്. അരമണിക്കൂർ ദർശനം കഴിഞ്ഞ് പുറത്തു കടക്കും. തുടർന്ന് വിവാഹത്തിൽ പങ്കെടുത്ത ഉടൻ കൊച്ചിയിലേക്ക് മടങ്ങും. പൊതുപരിപാടിയിൽ പങ്കെടുക്കും. സുരക്ഷ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ന് മുൻപ് കൂടുതൽ ഉപകരണങ്ങൾ വാങ്ങിവെക്കാൻ ദേവസ്വത്തിന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം കാരണം 48 വിവാഹങ്ങൾ മാറ്റിവെക്കാൻ പറഞ്ഞു എന്ന രീതിയിൽ വലിയ ശാപമാണ് സുരേഷ് ഗോപിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നേരെ ഉയർന്നത്. ഇതോടെയാണ് ഇതിൽ ഒരു വ്യക്തതയുമായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രംഗത്തെത്തിയത്. സുരക്ഷയുടെ ഭാഗമായി വിവാഹ സമയത്തിൽ ചില ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് വിവാഹ സംഘങ്ങളുമായി ചർച്ച ചെയ്ത ശേഷം എടുത്ത തീരുമാനമാണെന്ന് അദ്ദേഹം പറയുന്നു. വിവാഹങ്ങൾ മാറ്റിവെച്ചു എന്നത് തെറ്റായ പ്രചാരണമാണ്. ഒരു വിവാഹം പോലും മാറ്റിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആരും ദേവസ്വത്തെ സമീപിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJP-ക്കാർ, അതായത് സുരേഷ് ഗോപി നയിക്കുന്ന പാർട്ടിക്കാർ പറയുന്നത് പ്രധാനമന്ത്രി വരുന്നു എന്നതറിഞ്ഞതോടെ വിവാഹങ്ങൾ കൂടി, ക്ഷേത്രത്തിലേക്കുള്ള ആളുകളുടെ ബുക്കിംഗ് കൂടി എന്നാണ്.